ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നടക്കുന്നത്. നമുക്കറിയാം ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് രണ്ട് ഹൈ എനർജി കോമ്പൗണ്ട്സ് ഉണ്ട്, ATPയും NADPHും അല്ലേ. അപ്പോൾ ഒരു സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ആകെ ഒരു ATP ഉണ്ടാവണുള്ളൂ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണെങ്കിൽ ഒരു ATPയും ഒരു NADPHും ഉണ്ടാവണുള്ളൂ. പക്ഷെ അത് പോരാ, ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷനും വേണ്ടിയിട്ട് ഒരുപാട് ATP മോളിക്യൂളും NADPHും നമുക്ക് റിക്വയർ ആയിട്ടുണ്ട്. So for that, further synthesis of ATP molecule is needed. കുറേ ഇനിയും സിന്തസൈസ് ചെയ്യണം, കുറേ ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ റിഡക്ഷൻ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എനർജി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് അവരെ ATP മോളിക്യൂൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഹിയർ ഐ ഹാവ് ജസ്റ്റ് ഷോൺ ദ തൈലക്കോയിഡ് മെംബ്രെയിൻ. ആ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ പടമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ ഒരു ഫിഗറാണ്. അതിന്റെ എല്ലാ സ്റ്റെപ്സും നമ്മൾ കാണിച്ചിട്ടില്ല, നമുക്ക് വേണ്ടത്ര പോർഷൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഹിയർ ദ ഫർദർ ATP synthesis it occurs by chemiosmotic hypothesis. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഒരു മെംബ്രെയിൻ നെക്രോസിന് ഉണ്ടാക്കിയിട്ട് ആ പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്ത് ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിൽ പ്രോട്ടോൺ തള്ളി പുറത്തേക്ക് പോരുമ്പോൾ ഉണ്ടാകുന്ന എനർജി കൊണ്ട് ATP സിന്തസൈസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാല് മൈറ്റോകോൺട്രിയയിലെ ATP ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ. അവിടെ ഇതേപോലെ എന്താണെന്ന് വെച്ചാൽ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഓഫ് മൈറ്റോകോൺട്രിയ വേർ H+ concentration will be increased and that concentration gradient in between the matrix and intermitochondrial membrane that will help in formation of ATP inside the matrix എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇറ്റ് occurs for the formation of ATP in the mitochondria. ഇവിടെ ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ് നടക്കുക. എങ്ങനെയാണ് ഇവിടെ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ ഇവിടെ ഫോട്ടോഫോസ്ഫോറിലേഷൻ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ആ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ ഹൗ ഇറ്റ് occurs again by making a concentration gradient for H+. H+ന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ചെയ്യാൻ കഴിയും. ഞാൻ വീണ്ടും നമ്മൾ ആ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ നോൺ സൈക്ലിക് റിയാക്ഷനിലേക്ക് പോവാണ്. ഇവിടെ PS1 ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ദ ഇലക്ട്രോൺ വിൽ ബി എമിറ്റഡ്, ഇറ്റ് പാസസ് ത്രൂ ഫിയോഫൈറ്റ് ആൻഡ് റീച്ചസ് ടു പ്ലാസ്റ്റോക്വിനോൺ. പ്ലാസ്റ്റോക്വിനോൺ ഈസ് എ പ്രോട്ടോൺ കാരിയർ. ആ പ്രോട്ടോൺ കാരിയറിൽ നിന്ന് ഒരു H+ന്റെ ഉള്ളിലേക്ക് വരും ബൈ റിസീവിംഗ് ദ ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത് പുറത്തേക്ക് വരുന്ന Hന് ഹൈഡ്രജനിന്ന് ഇലക്ട്രോണിനെ മാത്രം എടുക്കും സൈറ്റോക്രോം B6F കോംപ്ലക്സ്. ഒരു പ്രോട്ടോണിനെ എങ്ങോട്ട് വിട്ടു? ദ ലൂമൻ ഓഫ് തൈലക്കോയിഡ്. അപ്പൊ നമ്മുടെ സ്ട്രോമ സൈഡിൽ നിന്ന് ലൂമൻ ഓഫ് തൈലക്കോയിഡിലേക്ക് ഒരു H+ കയറി അല്ലെ. ഇവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ആകുന്ന അതേ നിമിഷം തന്നെ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് ആക്ടിവേറ്റ് ചെയ്യും, ആ വാട്ടർ മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഒരു വാട്ടർ മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു H+ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഹാഫ് ഓക്സിജൻ ആറ്റം ഉണ്ടാവും. സോ ഹിയർ ഒരു H+ ഉണ്ടാവുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇലക്ട്രോൺ ദാറ്റ് വിൽ ബി കോമ്പൻസേറ്റഡ് ഹിയർ. ആ H+ എവിടെ കാണും? ലൂമൻ ഓഫ് തൈലക്കോയിഡ്. നമുക്കിവിടെ ലൂമൻ ഓഫ് തൈലക്കോയിഡിൽ ഇപ്പൊ എത്ര H+ കൂടുതലായി? 2 എണ്ണം കൂടുതലായി. ഇനി ഇവിടെ ഒന്ന് കുറഞ്ഞു അല്ലെ. ഇവിടെ ഒന്ന് കുറഞ്ഞ എങ്ങനെയാ? ദോരണം കൂടെ ഉള്ളിലേക്ക് എടുത്തപ്പോ. ഇനി നോക്കിക്കേ, when this plastocyanin gives that electron to PS1 when it is hitting with the 700 nanometer wavelength of light, it passes its electrons to ferredoxin. It is associated with the ferredoxin NADP oxidoreductase enzyme. There NADP plus it will combine with the electron and it join with H+ and it will form NADPH, right? അപ്പൊ ഇവിടുന്ന് ഇവര് ഒരു H+നെ ഇവിടെ എടുക്കുന്നുണ്ട്, എന്നിട്ടാണ് NADPH ഉണ്ടാകുന്നത്. So here in one reaction we can see 2H+, it is removing from the stroma region of the chloroplast, and 2H+, it is increasing in the lumen of thylakoid. എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഇവിടെ കുറയുമ്പോൾ 2 എണ്ണം ഇവിടെ കൂടും. ഓക്കെ, അങ്ങനെ കുറെ റിയാക്ഷൻസ് നടക്കുമ്പോൾ കുറെ പ്രാവശ്യം നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹിയർ ദ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. കുറേ പ്രോട്ടോൺസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുക അല്ലെ. ഇവിടെ കുറെ പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്ത ഈ പ്രോട്ടോൺസിന്റെ ഒക്കെ ഒരു
തിക്കും തിരക്കുമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. So here the proton concentration it will be reduced. അപ്പൊ ഈ പ്രോട്ടോണിനെ എല്ലാം കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത കൺജസ്റ്റഡ് ഫോമിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തള്ളി പുറത്തേക്ക് പോന്നാൽ മതി എന്നാവും. ഈ തൈലക്കോയിഡ് മെംബ്രെയിനിന് രണ്ട് പ്രോട്ടീൻ സ്ട്രക്ചർ ഉണ്ട്. വൺ ഈസ് ദ F0 and another one is F1. This is chloroplast F0. This is chloroplast F1. അതായത് F0 F1 കോംപ്ലക്സ്. ഓക്കെ, ഇവിടെ F0 F1 കോംപ്ലക്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ F0 ഇറ്റ് ആക്ട് ആസ് എ പ്രോട്ടോൺ ചാനൽ. ഈ F0 പ്രോട്ടോണിന് കടന്നു പോരാൻ വേണ്ടിയിട്ട് ഒരു വാതിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, H+ന്റെ ഒരു തള്ളൽ ഉണ്ടാവുമ്പോ F0ന്റെ ഡോറ് തള്ളി തുറന്നിട്ട് H+ ആ പ്രോട്ടോൺ ചാനലിലേക്ക് എൻ്റർ ചെയ്യും കേട്ടോ. So when this F0 getting some structural changes because of opening of that channel, that will make activate this CF1 or chloroplast F1 complex. Adinte activity endanu vechale ATP synthase activity aanu. So here when the protons are rushing from the lumen of thylakoid to the stroma region of the thylakoid, the F0 F1 complex get activate. F0 open its proton channel, F1 get activate and it will start synthesizing ATP molecule from ATP. ഈ ADP ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ATP മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ നോക്കിക്കേ, ഇനഫ് എനർജി വിൽ ബി സിന്തസൈസ്ഡ് ഇൻ ദ സ്ട്രോമ റീജിയൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഓരോ H+ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ചെയ്യുക അല്ലെ. ഓരോ H+ എന്താ ഇതേപോലെ ഇങ്ങോട്ട് പുറത്തേക്ക് വരിക ചെയ്യുക. അപ്പൊ കുറെ H+ പുറത്തേക്ക് വന്നു ഇല്ലേ. അപ്പൊ നമ്മൾ എല്ലാ H+നെയും പുറത്തെടുത്തു. ഈ സെയിം റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ H+ വീണ്ടും ഇതിലെ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും. So here we can see this is a continuous process which occurs when the light is available in the chloroplast region or in the thylakoid region. We can see a proton gradient is forming, and due to that proton gradient there will be a chemiosmotic process occurs, because from the higher to lower concentration the H+ will start moving. Adinte path vannitte F0 F1 complex aanu. F0 complex it act as a tunnel for H+ movement, and F1 part of this F0 F1 complex that act as ATP synthase enzyme, where by using the energy which is energy of this proton while passing from higher to lower concentration, that energy it make use by ATP synthase enzyme, and it will help in converting ADP to ATP molecule by combining with an inorganic phosphate. ഇതാണ് Chemiosmotic hypothesis എന്ന് പറയുന്നത്. ഒരു മൂന്ന് H+ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു ATP മോളിക്യൂൾ ഉണ്ടാവും. അത് ഞാനിവിടെ ഇത്ര സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. വി കനോട്ട് സേ 3 H+ always. It may be 2.53. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് നമ്പർ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്നാലും ഞാൻ പറയാണ്, ഒരു 2-3 H+ ഒക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു ATP മോളിക്യൂൾ ഉണ്ടാകുന്നത്. സോ ഇനഫ് ATP ഓൾസോ വിൽ ബി സിന്തസൈസ്ഡ് ഡ്യൂറിങ് ദ ലൈറ്റ് റിയാക്ഷൻ. അപ്പൊ ലൈറ്റ് റിയാക്ഷനിലെ ATP NADPH എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായല്ലോ. ATP മാത്രമേ ഉണ്ടാവുള്ളൂ PS1. കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് PS1 റൺ ചെയ്യില്ല. കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് PS1 റൺ ചെയ്യണ പോസിബിൾ ആണോ? കാരണം H+ ഇവിടെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിന്റെ H+ വരുന്നില്ല. ഇവിടെ ഒരു H+ റിമൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഈ H+ന് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? PS1 മാത്രമുള്ളപ്പോ ഇല്ല. അപ്പൊ ATP സിന്തസിന്റെ quantity അല്ലെങ്കിൽ ATP synthesis it will be very less in the case of only if the PS1 is working. If both PS1 and PS2 is working, that we can see ATP synthesis it will be large, because ATP will be synthesized and ADPH will be synthesized. In addition to that, the proton gradient which is making in between the lumen of thylakoid and the stroma of chloroplast will help in synthesizing further ATP by chemiosmotic process. Okay, so this is all about the chemiosmotic hypothesis. Now we will see where are the ATP and NADPH used. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ATPയും NADPH ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ.